ദേശീയ പണിമുടക്ക് പത്തനംതിട്ടയിലും പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും, ഒരാളെപ്പോലും ഇന്ന് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കാണാനില്ല, ഒരു യാത്രക്കാർ പോലുമില്ല. സാധാരണഗതിയിൽ ഈ സമയമൊക്കെ ആകുമ്പോൾ നൂറുകണക്കിന് ആളുകളാണ്, യാത്രക്കാരാണ് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്താറുള്ളത്. ഇന്നിപ്പോൾ പണിമുടക്കിനോടനുബന്ധിച്ച് വിജനം എന്ന് തന്നെ പറയാം. ഏതാനും ബസ്സുകൾ മാത്രം അവിടെ ഒതുക്കി ഇട്ടിട്ടുണ്ട്. പൂർണ്ണമായും വിജനം അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. ഈ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്ത് തന്നെ കുട്ടികൾക്കായിട്ടുള്ള ഒരു പാർക്കുണ്ട്. ഇന്ന് പണിമുടക്ക് ദിനമാണ്. സ്കൂളിലൊന്നും കുട്ടികൾക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതാ കണ്ടില്ലേ, കുട്ടികളൊക്കെ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ രക്ഷകർത്താക്കളോടൊപ്പമാണ് എത്തിയിരിക്കുന്നത്. കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുകയാണ്. ഇന്ന് സ്കൂളിൽ പോകണ്ടേ? ഇന്ന് എന്താ ഇല്ലാത്ത? സ്കൂൾ എന്തുകൊണ്ടാണ് ഇല്ലാത്ത? അവധിയാണ്, അവധി എൻജോയ് ചെയ്യാണ് അല്ലേ? എങ്ങനെയുണ്ട് പാർക്ക്? എങ്ങനെയുണ്ട്? സൂപ്പർ പാർക്കാണ്. എന്തുകൊണ്ട് മോളെ ഇന്ന് സ്കൂളിൽ പോയില്ലേ? എന്താ പോകായിരുന്നു? അവധിയാണെന്ന് പറഞ്ഞോ? ആരും കൂടെ വന്നേ ഇവിടെ പാർക്കിൽ? ഇവിടെ എന്തൊക്കെയുണ്ട് പാർക്കിൽ? ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലേ, അടിപൊളിയാണ്. അവധി ഇഷ്ടമാണോ സ്കൂളിൽ പോകാതിരിക്കുന്നത്? കുട്ടികളല്ല, അവർക്ക് അവധി ഇഷ്ടമാണെന്ന് പറയുന്നത്. ഒരു കൊച്ചുമിടുക്കൻ പണിമുടക്ക് ദിനം പത്തനംതിട്ട നഗരസഭാ ബസ് സ്റ്റാൻഡിന് സമീപത്തെ നഗരസഭയുടെ തന്നെ ഈ ഒരു പാർക്കിൽ ഊഞ്ഞാലാടുകയാണ്. രക്ഷകർത്താവും കൂടെ ഉണ്ട്. ഇന്നിപ്പോൾ അവധിയാണ്, കുട്ടികൾക്കൊക്കെ സന്തോഷമായി. സന്തോഷമായി. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോഴേ ഈ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഒരൊറ്റ ആളെ പോലും കാണുന്നില്ല. കണ്ടു. രാവിലെ എന്ത് പറഞ്ഞു? കുട്ടികളോട് എന്ത് പറഞ്ഞു? പാർക്കിൽ പോകാമെന്ന് പറഞ്ഞു. രാവിലെ പാർക്കിൽ പോകാമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും കുട്ടികൾക്കും ഒരു സന്തോഷമായി. പണിമുടക്ക് ദിനമാണ്. അവരെ സംബന്ധിച്ചും അവർക്കൊന്ന് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. അതാകണ്ടില്ല, ഒരു കൊച്ചുമിടുക്കൻ അടിപൊളിയായിട്ട് ഇരുന്ന് ഊഞ്ഞാലാടുകയാണ്. എങ്ങനെയുണ്ട് ഊഞ്ഞാലാട്ടം? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സമയമില്ല, ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ഈ പൊതു പണിമുടക്കിനോടനുബന്ധിച്ച് മാരാമൺ കൺവെൻഷനെയും ഒപ്പം തന്നെ ശബരിമല തീർത്ഥാടകരെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ന് കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരെല്ലാം പോകുന്നത് ഈ നഗരത്തിൽ കൂടി തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു പണിമുടക്കിൽ നിന്നും ശബരിമല തീർത്ഥാടകരെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഏതായാലും ദേശീയ പണിമുടക്ക് പത്തനംതിട്ട ജില്ലയിലും പുരോഗമിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.